എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, ഓരോ പ്രഭാതങ്ങളിലും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന കുറേ ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നതല്ലേ. ഒരുപാട് പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. ചിലർ ആക്സിഡൻറ്റിൽ മരിക്കുന്നു, ചിലർ രോഗം വന്ന് മരിക്കുന്നു, ചിലർ ആയുസ് തികച്ച് വാർദ്ധക്യ സഹജമായും മരിക്കുന്നു, ചിലരെന്താണ് സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. അങ്ങനെ ഓരോ ദിവസവും ഓരോ ന്യൂസുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെയൊക്കെ ജീവിതം എടുത്താലും എന്താണ്, നമ്മൾ രാവിലെ എഴുന്നേറ്റല്ലേ ജോലിക്ക് പോകുന്നു, സ്കൂളിൽ പോകുന്നു, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യാത്ര തിരിക്കുന്നു. തിരിച്ചു വന്നാൽ ഭാഗ്യമെന്ന് പറയാം അല്ലേ. നമ്മൾ വാഹനങ്ങളുമായിട്ട് പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്താലും ഒരു കുരുത്തം കെട്ടവൻ നേരെ ഓപ്പോസിറ്റ് ഏതെങ്കിലും വിധത്തിൽ റോങ് ആയിട്ട് വന്നു കഴിഞ്ഞാലും ആക്സിഡൻറ്റുകൾ സംഭവിക്കാം അല്ലേ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുവാനായിട്ട് പറ്റുമോ? ഒന്നും ചെയ്യുവാനായിട്ട് പറ്റത്തില്ലല്ലേ. നമ്മൾ നിസ്സഹായരാണ് എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനം, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് കുറേ സംരക്ഷണം നമ്മൾക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു ജയം ദൈവം തരുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് 91 സങ്കീർത്തനം വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഭക്തന്മാരോട് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും. ഇനി കുറേ മരണങ്ങളും അല്ലാതെയുമൊക്കെ സംഭവിക്കുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഒരു ഹിതപ്രകാരം, അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ച സമയത്തിന് അപ്പുറത്തേക്ക് പിശാചൻ നമ്മളുടെ ജീവിതത്തിൽ ജയം എടുക്കാതെ വണ്ണം നമ്മൾ എന്താണ്, ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾ ചോദിക്കണം. കാരണം ദൈവം അറിയാതെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളതും ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് തരുന്ന ഉറപ്പാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിരോധമായിട്ട് വേറൊരാളും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അതാരാണ്? ഈ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഓർക്കുക, പിശാച് നമ്മളുടെ ജീവിതത്തിൽ ജയം എടുക്കാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണ വലയത്തിനകത്ത് ആയിരിക്കുവാൻ നമ്മൾ അനുനിമിഷവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വചനത്തിൻ്റെ സംരക്ഷണം നമ്മളങ്ങ് ഏറ്റെടുത്തോണം. അതൊരു ഭക്തന് ദൈവം തരുന്ന വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നമ്മളങ്ങ് ഏറ്റെടുത്തോണം കേട്ടോ. നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വാഗ്ദത്തം നമ്മളങ്ങ് ഏറ്റെടുത്ത് അനുനിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇനി നമ്മൾക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ടല്ലേ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം അല്ലേ. ആ ഒരു രക്തത്തിൻ്റെ സംരക്ഷണം, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നതും വളരെ വലുതാണ്. അപ്പോൾ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും, മിസ്രൈമ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടും ദൈവം അവിടെ ഒരു വലിയ പദ്ധതി അവിടെ രൂപീകരിക്കുന്നുണ്ടല്ലേ. ആദ്യം നമ്മൾക്കറിയാം, മോശ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു അഭിഷിക്തനിലൂടെ ദൈവം എന്താണ്, ഇസ്രായേൽ മക്കളുടെ മോചനം ദൈവം അവിടെ കുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മോശയുടെ ജനനം എന്ന് പറയുന്നതേ നമ്മൾക്കറിയാം ഒരു വല്ലാത്ത സമയത്തായിരുന്നു ജനനം. എന്ന് വെച്ചാൽ എന്താണ്, ഫറവോ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ അവിടെ മിസ്രൈമിൽ അവർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഒത്തിരി ജനസംഖ്യ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ജനിക്കുന്ന പാടെ അത് ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊല്ലുവാനായിട്ടൊരു കൽപ്പന ആര് പുറപ്പെടുവിച്ചിരിക്കുകയാണ്? നമ്മുടെ ഫറവോൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ മോശയുടെ ജനനം അല്ലേ. അപ്പോൾ മോശയെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ മോശയുടെ അമ്മയും അപ്പനും കൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്? മോശയെ ഒരു പെട്ടകത്തിനകത്ത്, ഞാങ്ങണ പെട്ടകത്തിനകത്താക്കി നൈൽ നദിയിലൂടെ ഒഴുക്കി വിടുവാണല്ലേ. അപ്പോൾ അത് ചെന്നെത്തിയത് ആരുടെ കയ്യിലോട്ടാണ്? ഫറവോൻ്റെ ഇതേ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്ന ഫറവോൻ്റെ പുത്രിയുടെ കരത്തിലാണ് ആര് ചെന്നുപെട്ടത്? ഈ കുഞ്ഞ് ചെന്നുപെട്ടത്. അതിനുശേഷം എന്താണ്, ആ ഫറവോന്യ പുത്രി ആ കുഞ്ഞിനെ എടുത്ത് വളർത്തി. എവിടെ വളർന്നു? ഫറവോന്യ കൊട്ടാരത്തിനകത്ത് വളർന്നു. എന്ന് വെച്ചാൽ മോശക്കുഞ്ഞിനെ കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്ന ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് തന്നെ ദൈവം ആരെ വളർത്തി? മോശയെ വളർത്തിയെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലേ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണവും ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയും എത്ര വലുതാണെന്ന് നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. എന്നിട്ട് അവിടെ വളർന്ന ആ ഒരു മോശ അല്ലേ, അതിനുശേഷം നമ്മൾക്കറിയാം, മോശ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നതിന് ശേഷം മോശ അവിടുന്ന് ഓടിപ്പോവുകയാണ്. എന്നാലും ദൈവത്തിൻ്റെ പദ്ധതി മാറിപ്പോയില്ല. ദൈവം മോശയെ കറക്റ്റ് സമയമായപ്പോൾ എങ്ങോട്ട് കൊണ്ടുവന്നു?
മിസ്രൈമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ആ മോശയിലൂടെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മോചനം ദൈവം ഒരുക്കിയതെന്ന് നമ്മൾക്കറിയാം അല്ലേ. എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ദൈവം അവരോട് പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ ഫറവോൻ എന്ത് ചെയ്തു? ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക മാത്രമല്ല, മോശക്കുഞ്ഞു രക്ഷപ്പെട്ടുവെങ്കിലും ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ കൊല്ലപ്പെടുവാനായിട്ടിടയായി. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, ദൈവം തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങളെ അവിടെ ഫറവോൻ്റെ ഈ ഒരു കൽപ്പന പ്രകാരം കൊല്ലുവാനായിട്ടിടയായി അല്ലേ. അപ്പോൾ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവം ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാനായിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ ചെയ്തു. പക്ഷേ അവിടെ ഒന്നും ഫറവോൻ എന്ത് ചെയ്തില്ല? ഫറവോൻ അവിടെ ഒന്നും കുലുങ്ങിയില്ല. എന്നാൽ അവസാനത്തെ ഒരു ആയുധം ദൈവം അങ്ങോട്ട് എടുത്തു. ഏതാണ്? കടിഞ്ഞൂൽ സംഹാരകനെ അവിടെ കടത്തിവിട്ടു. എന്ന് വെച്ചാൽ മിസ്രൈമ്യരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെയൊക്കെ, എല്ലാത്തിൻ്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ, ആദിജാതന്മാരെ അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെ സംഹരിക്കുവാൻ വേണ്ടി ദൈവം അവിടെ ഒരു കടുത്ത തീരുമാനമെടുത്തു. ആ ഒരു തീരുമാനം ദൈവത്തെ കൊണ്ട് എടുപ്പിച്ചതാരാണ്? അത് ഈ ഫറവോൻ തന്നെയാണല്ലേ. ദൈവത്തിൻ്റെ മക്കളെ അവിടെ നിന്ന് നശിപ്പിച്ചു കളഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതേ ഫറവോന് അതേ ഒരു ശിക്ഷ ദൈവം അവിടെ കൊടുത്തു. അതിനുശേഷം അവിടെ എന്താണ് നമ്മൾക്ക് കാണാം? അവിടെ ഇസ്രായേൽ മക്കളോട് മോശയോട് പറയുന്നുണ്ടല്ലേ, ഇസ്രായേൽ മക്കളോട് പറയണം അവരെന്താണ് ഒരു ആട്ടിൻകുട്ടിയെ അല്ലേ, ഊനമില്ലാത്ത 1 വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയെ, ആണായിട്ടുള്ള ഒരു ആട്ടിൻകുട്ടിയെ, മുട്ടനാടിനെ അവിടെ നിങ്ങൾ കൊല്ലണം. അതിനുശേഷം എന്താണ്? അതിൻ്റെ രക്തമെടുത്ത് കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും നിങ്ങൾ ആ രക്തം തളിക്കണം. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? സംഹാരകൻ അവിടെ കടന്നു വരും. മിസ്രൈമ്യരുടെ ആദിജാതന്മാരെ സംഹരിച്ചു കളയുവാൻ വേണ്ടിയിട്ട് അവിടെ സംഹാരദൂതൻ കടന്നു പോകും. അപ്പോൾ ആ സംഹാരദൂതൻ്റെ അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളിവിടെ നിങ്ങളുടെ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടൻ്റെ രക്തം അങ്ങ് തളിച്ചോണം. അപ്പോൾ ആ രക്തത്തള്ളി കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? സംഹാരദൂതൻ ഒഴിഞ്ഞു പോകും അല്ലേ. ആ കുടുംബത്തിൽ നിന്നും സംഹാരദൂതൻ ഒഴിഞ്ഞു പോകുമെന്നുള്ളത് ദൈവം അവർക്ക് മോശയ്ക്ക് കൊടുത്ത ഒരു കൽപ്പനയായിരുന്നു അല്ലേ. മോശയ്ക്ക് കൊടുത്ത ഒരു ആലോചനയായിരുന്നു. അപ്പോൾ മോശ അതെന്ത് ചെയ്തു? മോശയും അഹ്റോനും കൂടി അത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. അവരെന്ത് ചെയ്തു? പെസഹ ആചരിച്ചു അല്ലേ. പെസഹ ആചരിച്ചു. അവർ രക്തം എന്ത് ചെയ്തിരിക്കുകയാണ്? കുഞ്ഞാടിനെ കൊന്നതിൻ്റെ രക്തം എല്ലാ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും അവർ തളിച്ചു എന്ന് നമ്മൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ തളിയപ്പെട്ട ആ ഒരു ഇസ്രായേൽ ജനത്തിൻ്റെ കുടുംബത്തിൽ നിന്നും സംഹാരദൂതൻ വിട്ടുമാറിപ്പോയി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അത് നമ്മൾക്ക് ദൈവം തരുന്ന ഒരു സംരക്ഷണമാണല്ലേ. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം, നമ്മൾക്കറിയാം രക്തം എന്ന് പറയുന്നത് ജീവനാണല്ലേ. ജീവൻ കുടിയിരിക്കുന്നത് എവിടെയാണ്? രക്തത്തിനകത്താണ്. അപ്പോൾ ആ ഒരു രക്തത്തിൻ്റെ സംരക്ഷണം, പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം ദൈവം നമ്മൾക്ക് ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെയും നമ്മൾക്കുള്ളതിനെയൊക്കെ നമ്മളങ്ങ് മുദ്രയിട്ടോണം കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടങ്ങ് മുദ്രയിട്ട് നമ്മളങ്ങ് രാവിലെ എഴുന്നേറ്റങ്ങ് പ്രാർത്ഥിച്ചോണം. സംഹാരദൂതന സമയത്തിന് മുൻപേ തൊടാതെ വണ്ണം ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം ദൈവം നമ്മൾക്ക് തരും. അതിന് നമ്മൾ ചുമ്മാ ഇരുന്നാൽ പറ്റത്തില്ല. ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മളങ്ങ് ഏറ്റെടുത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളതങ്ങ് പ്രാവർത്തികമാക്കിക്കോണം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം നമ്മൾക്കും നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാത്തിനും യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് നമ്മളങ്ങ് സംരക്ഷണം ഏറ്റെടുക്കണം. ഒന്ന്. ഇനി അടുത്തത് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. 430 വർഷമാണ് ഫറവോൻ്റെ അടിമത്തത്തിൽ ആര് കിടന്നത്? ഇസ്രായേൽ ജനം കിടന്നതല്ലേ. അപ്പോൾ അതിൽ നിന്നും ഒരു വിമോചനം എന്ന് വെച്ചാൽ ആ അടിമത്തത്തിൽ നിന്ന്, ആ ഒരു അടിമ നുഖത്തിൽ നിന്ന് അവരെ വിമോചിക്കുവാൻ വേണ്ടിയിട്ടും ദൈവം എന്താണ് അവിടെ ഒരു രക്തത്തളി ആചരിക്കുവാനായിട്ടിടയായി അല്ലേ. പെസഹ എന്ന് പറയുന്നതും ആ ഒരു കുഞ്ഞാടിൻ്റെ രക്തത്തിലാണ് തുടങ്ങുന്നത് അല്ലേ. രക്തം തളിച്ച് അവിടെ ഒരു എന്താ പറയുക ശുദ്ധീകരണം നടന്നു. അതിനുശേഷം അവർ പെസഹ ഭക്ഷിച്ച് അവരവിടുന്ന് ഒരു പുറപ്പാട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താണ്? നമ്മളുടെ ഒരു അടിമത്തത്തിൽ നിന്ന്, പൈശാചിക അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിടുതൽ, ഒരു വിമോചനം, ഒരു പുതിയ പുറപ്പാട്, ഇതിൻ്റെയൊക്കെ സൂചകമായിട്ടാണ് അവിടെ നമ്മൾക്ക് രക്തം കാണുന്നത്. ഓർക്കുക, നമ്മളെയും അല്ലേ പലപ്പോഴും നമ്മൾക്ക് തോന്നും അയ്യോ ഒരു വിടുതലില്ലല്ലോ, ഈ വിഷയത്തിന് ഒരു വിടുതലില്ലല്ലോ, ചില രോഗശക്തികളിൽ നിന്നൊരു വിടുതലില്ലല്ലോ, അല്ലെങ്കിൽ എന്താണ് ചില അസമാധാനങ്ങൾ കടന്നു വരികയാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്നത് ആരാണ്? പൈശാചിക മണ്ഡലങ്ങളാണല്ലേ. കാരണം നമ്മളുടെ ദൈവം എന്താണ്? ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് ഓർക്കുക, അതൊരു വിമോചനം അല്ലേ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ രണ്ടാമത്തത് എന്താണ്? ഒന്ന് സംരക്ഷണം, രണ്ടാമത്തത് എന്താണ്? വിമോചനം നമ്മൾക്ക് ഒരുക്കിയിരിക്കുകയാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അത് തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ എന്താണ്
9-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഒരു 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 ഉത്തരം തന്നെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ ഇതാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്, വിമോചനം അല്ലേ. പൈശാചിക പിടിയിൽ നിന്ന് നമ്മൾക്കൊരു വിമോചനം അവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഇനി മൂന്നാമത്തത് എന്താണ് നമ്മൾക്കറിയാം, 1 യോഹന്നാൻ 1:7 പറഞ്ഞിരിക്കുകയാണ്. യോഹന്നാൻ്റെ ലേഖനം 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തത് എന്താണ്? ശുദ്ധീകരണം, പാപങ്ങളിൽ നിന്നുള്ളൊരു ശുദ്ധീകരണം, പാപങ്ങളിൽ നിന്നുള്ളൊരു മോചനം അല്ലേ. പഴയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കറിയാം, അവരുടെ പാപമോചനത്തിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത് അല്ലേ, പ്രാവിനെയൊക്കെ കൊണ്ടുപോയിട്ട് ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് അവർ അതിന് ബലിയർപ്പിക്കും. എന്നിട്ട് ആ ഒരു രക്തം അവിടെ ചിന്തി കഴിയുമ്പോഴാണ് അവർക്ക് എന്ത് സംഭവിക്കുന്നത്, അവർക്ക് പാപമോചനം ലഭിക്കുന്നത്. പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്, നമ്മളുടെ അരുമനാഥനായ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നു എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ആ കാൽവരി ക്രൂശിൽ ബലിയായി തീർന്ന ആ രക്തത്താൽ നമ്മൾക്ക് പാപമോചനം തന്നിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പാപമോചനം, ശുദ്ധീകരണം. അപ്പോൾ ഇത് അനുനിമിഷവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കണം. ഓർക്കുക, നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലേ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്തെങ്കിലും ചെറിയ പാപമൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ ഓർക്കുക, ഓരോന്ന് പാപമാണല്ലേ. നമ്മൾ ചെയ്യേണ്ട കടമകളിൽ നിന്ന് മാറി നിൽക്കുന്നത്, പ്രാർത്ഥനയിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ എന്താണ്, അതൊക്കെ പാപം തന്നെയാണ്. അതുകൊണ്ട് അനുനിമിഷവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പിരക്കേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ ഫൈനലി ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്താണ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രാധാന്യം അല്ലേ. ആ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മൾക്ക് വേണ്ടി തരുന്നതിൻ്റെ 3 പ്രധാനപ്പെട്ട മേഖലകളാണ് ഞാനിന്ന് നിങ്ങളോടൊന്ന് സംസാരിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മൾക്കറിയാം, സംരക്ഷണം, സംഹാരദൂതൻ തൊടാതവണ്ണം നമ്മൾക്ക് തരുന്ന സംരക്ഷണം. 2 എന്താണ്, വിമോചനം, പൈശാചിക അടിമത്തത്തിൽ നിന്ന്, പാരമ്പര്യ അടിമത്തത്തിൽ നിന്നൊക്കെ നമ്മൾക്ക് വിമോചനം തരുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം. 3-ാമത് എന്താണ്, യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് ഉള്ളൊരു കഴുകൽ, ശുദ്ധീകരണം. ഇത് നിമിഷവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചെടുക്കണം. അപ്പോൾ ഓർക്കുക, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നമ്മളൊന്ന് തിരിച്ചറിയുക. ഇത് നമ്മൾ ചുമ്മാ തമാശയായിട്ട് വിടരുത് കേട്ടോ. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തം എന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം നമ്മൾ അനുനിമിഷവും ഏറ്റെടുക്കണം. ഒപ്പം എന്താണ്, നമ്മളുടെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മളുടെ കുടുംബത്തിൻ്റെ കട്ടിളപ്പടിമേൽ, കുറുമ്പടിമേലൊക്കെ നമ്മൾ വിശ്വാസത്താൽ യേശുക്രിസ്തുവിൻ്റെ രക്തം അങ്ങ് തളിച്ചോണം. അപ്പോൾ എന്താണ്, യേശുക്രിസ്തുവിൻ്റെ രക്തം കാണുന്നിടത്ത് നിന്ന് എന്ത് വിട്ടുമാറും, സംഹാരദൂതൻ വിട്ടുമാറുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ മുദ്രയിട്ടോണം, നമ്മൾക്കുള്ളതിനെ മുദ്രയിട്ടോണം. നമ്മളുടെ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും എല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തം തളിക്കണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയെല്ലാം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സംരക്ഷണത്തിനകത്തായിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഫീസുകളിൽ പോകുമ്പോൾ, സ്കൂളുകളിൽ പോകുമ്പോൾ ഒക്കെ എന്താണ്, യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രയിടുന്നു. ഞാൻ ഇരിക്കുന്ന ഓഫീസിനെ, എൻ്റെ സിസ്റ്റത്തെ, നമ്മൾ എവിടെയാണോ എല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. അതുപോലെ വീട്ടിനകത്താകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ ആയിരിക്കുന്ന ഇടത്തെ മുദ്രയിടുന്നു. എൻ്റെ കട്ടിളപ്പടിമേലും കുറുപടിമേലും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടുന്നു എന്ന് നമ്മളങ്ങ് പ്രാർത്ഥിച്ചോണം. പിന്നെ എന്താണ്, നമ്മൾക്കുള്ള സകലത്തെ, നമ്മളുടെ വാഹനങ്ങളെയൊക്കെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്ന, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് എന്നെ മുദ്രയിടുന്നു. ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തെ, എൻ്റെ വാഹനം സഞ്ചരിക്കുന്ന വഴികൾ, ഇനി അടുത്തത് എന്താണ്, ഞാൻ പഠിക്കുന്ന സ്കൂളിനെ, അതിൻ്റെ കോമ്പൗണ്ടിനെ, ആ ക്ലാസ് റൂമിനെ എല്ലാം, ഞാൻ നടക്കുന്ന വഴികളെയൊക്കെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടുന്നു എന്ന് നമ്മൾ അനുനിമിഷം ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഓർക്കുക, നമ്മളുടെ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് തരുന്ന പ്രൊട്ടക്ഷൻ, അത് ഞാൻ വചനത്തിൽ നിന്ന് തന്നെയാണ് പറഞ്ഞതല്ലേ. അപ്പോൾ ആ വചനം നമ്മളങ്ങ് പറയണം. ഒപ്പം യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ സകലത്തെ മുദ്രയിട്ട് ആ ഒരു സംരക്ഷണത്തിൻ്റെ അകത്ത് നമ്മളായിരിക്കണം. ഓർക്കുക, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഒരു സംഹാരദൂതൻ നമ്മളെ തൊടത്തില്ല, ഒരു പൈശാചിക ശക്തികൾ നമ്മളെ തൊടത്തില്ല. പിന്നെ എന്താണ്, നമ്മൾക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പാപമോചനം, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളങ്ങ് ഏറ്റെടുത്തുകൊണ്ടിരിക്കണം. കാരണം പിശാച് എപ്പോഴും നോട്ടം വെക്കുന്നത് അറിയാം, പാപികളായിരിക്കുന്നവരെ നോട്ടം വെക്കുന്നില്ലേ. പാപമുണ്ടെങ്കിൽ അവിടെ പിശാച് അവകാശം പറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് നമ്മൾ അനുനിമിഷം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കവർ ചെയ്യപ്പെട്ടും കഴുകപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ രക്തം കാണുന്നിടത്ത് ആർക്ക് നിൽക്കുവാൻ കഴിയത്തില്ല, പിശാചിന് നിൽക്കുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം എത്ര വലുതാണ്, അത് നമ്മൾക്ക് തരുന്ന പ്രൊട്ടക്ഷൻ എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞു ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് സംരക്ഷണം ഏറ്റെടുക്കുവാനുള്ള ഒരു വലിയ തീഷ്ണത നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.